ഹേ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് റിവ്യൂ വീഡിയോ ആണ് ആടുതിരയുടെ. ഞാൻ ആടുതിര ഇപ്പോൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഞാനൊരു നോൺ സ്പോയിലർ രീതി എന്ന് പറയാം. ആദ്യം നമുക്ക് നോൺ സ്പോയിലർ പറയാം. ഇത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുറേ ചിരിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ട്രെയിലർ കണ്ട കൂട്ട് തന്നെ ഇതൊരു ടൈം ട്രാവൽ ബേസ് ചെയ്തിട്ടാണ്. പാസ്റ്റും ഉണ്ട് പ്രസൻറ്റും ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രസൻറ്റാണ്. കുറേ കോമഡി അതിനകത്ത് കാര്യമുണ്ട്. ഇതൊരു സീരിയസ് കുറേ യുദ്ധം ഒക്കെ വാറൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. സോ അതൊക്കെ ഒരു സീരിയസ് സൈഡ് പാസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു നമ്മളൊരു പ്രസൻറ്റാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ കുറേ കോമഡി, കുറേ ചിരിക്കാനുണ്ട്. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൽ തന്നെ ചിരിക്കാനും കുറേ ഉണ്ട്. ആൻഡ് പിന്നെ ഇതിനകത്ത് ലോജിക്ക് നോക്കാണ്ടാണെങ്കിൽ ഇറ്റ്സ് അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി ഒരു പറയുകയാണെങ്കിൽ പാസ്റ്റിൻ്റെ ആ എറ കുറച്ച് ലാഗി ഫീല് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പം പക്ഷേ ഇവർ എഡിറ്റിംഗ് വൈസ് പറയുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ ഫാസ്റ്റോട്ട് പോകുമ്പോൾ നമ്മൾ ലൈക്ക് എന്താ പറയുക, ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഫുൾ സ്റ്റോറി കാണിക്കും. ഇത് അവരങ്ങനെ കാണിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ട സ്ഥലം മാത്രം അവർ സെക്ഷൻ വൈസ് ചെയ്തേക്കുന്നത് നല്ലപോലെ അവർ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അതൊരു ലാഗ് എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി പറയുവാണ്, പാസ്റ്റിലോട്ട് പോകുന്ന ഒരു സമയത്ത് എനിക്ക് കുറച്ച് പെട്ടെന്നൊരു ലാഗി ഫീല് വരും. എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ അത്ര ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ തന്നെ അത് കാരണം എന്ന് വെച്ചാൽ മേ ബി അത് പ്രസൻറ്റിൽ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് പാസ്റ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇതുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ പാസ്റ്റിൽ കുറച്ച് സീരിയസ് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവിടുത്തെ ഒരു ഫൺ രീതിയിലോട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയില്ല. പക്ഷെ പ്രസൻറ്റ് എറ ഈസ് അടിപൊളി. കുറേ ചിരിക്കാനുണ്ട്. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ലൈക്ക് നമ്മളെ ഓരോരുത്തരുടെ ഇൻട്രോ, ഓഫ് കോഴ്സ് ആട് 1, 2-ൻ്റെയൊക്കെ ഇൻട്രോ, ഓരോ ക്യാരക്ടർ വൈസ് ഇൻട്രോ അത് ഇപ്പോഴും ടോപ്പ് നോച്ച് സാധനം തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേരുടെ മിസ്സിങ് ഉണ്ട്. ലൈക്ക് ഒരു നോൺ സ്പോയിലർ ആണെങ്കിൽ തന്നെ ഞാൻ സ്പോയിലറിൽ പറയാം. അത് എന്നിട്ട് നമ്മൾക്ക് കുറേ പിന്നെ പറയാൻ മെയിനായിട്ടുള്ളത്, നമ്മൾ ട്രെയിലർ കണ്ട ഒരു ഫോറിൻ ലേഡി ഉണ്ട്. പുള്ളിക്കാരിക്ക് വലിയ ഡയലോഗ് സ്പീച്ചൊന്നും ഇല്ലെങ്കിൽ തന്നെ ആക്ഷൻ വൈസ് അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. എന്തിനു കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് ആദ്യം തുടക്കുമ്പോൾ തോന്നും ഇത് എന്തിന് ഈ പുള്ളിക്കാരി വന്നു. പക്ഷെ ഒരു ലാസ്റ്റൊക്കെ എത്തുമ്പോഴൊക്കെയാണ് കുറച്ച് ഒരു മനസ്സിലാകുക. പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണേണ്ട ഒരു പടം തന്നെയാണ്. എന്തായാലും എല്ലാവരും പോയി കാണുമെന്ന് അറിയാം. ബട്ട് ഒരു കാര്യം പറയാം, ലൈക്ക് ഇതിന് പാർട്ട് 2 കൂടെ ഉള്ള ഒരു മനസ്സിൽ വെച്ചിട്ട് വേണം പോകാൻ. ലൈക്ക് അല്ലെങ്കിൽ കുറച്ച് ലാഗി ഫീൽ ചെയ്ത് സ്റ്റോറി ഇത് എവിടം വരെ എത്തിയിട്ടില്ലല്ലോ. ലൈക്ക് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടും സെക്കൻഡ് ഹാഫിലും ഇത് സ്റ്റോറി ഇത് പെട്ടെന്ന് കൊണ്ട് തീർക്കാനാണോ എന്നുള്ളൊരു തോട്ടുപോലോട്ട് വരും. അത് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. സോ അതിനും ഇനി വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുപോയി എത്തിച്ചത് പെട്ടെന്ന്, ലൈക്ക് ശരിയാണിതൊരു പാർട്ട് 2 ഉണ്ട് എന്നാൽ കൂടി അതിനൊരു ക്ലൈമാക്സ് പെട്ടെന്ന് കൊണ്ടുപോയി എൻഡ് ചെയ്തോട്ട് എനിക്ക് ഫീൽ വന്നു. ആൻഡ് അതൊരു നോർമൽ എന്താ പറയുക, ഒരു ഫൺ മൊമെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടേ തീർത്ത പോലെ എനിക്ക് ഫീൽ വന്നു. സോ ഒരു എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. ബിക്കോസ് അവിടെ കിട്ടുന്നൊരു ഷാജി പാപ്പൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, ആടിൻ്റെ ഒരു സംഭവമുണ്ട്, ഓറയും കാര്യങ്ങളും. കുറേ പേര് അടിപൊളി തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ എന്തായാലും പോയിട്ട് കാണണം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ. ഇതാണ് നമ്മുടെ നോൺ സ്പോയിലർ. എല്ലാവരും ഇനിയും പോയി പടം കാണുക. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയുക. ആൻഡ് ഇനി സ്പോയിലർ പറയുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സാത്താൻ സേവിയറിൻ്റെ എൻട്രി
ഒരു രക്ഷയില്ല. ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ തന്നെ ആ ഷൂസിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ പുള്ളിയുടെ, പിന്നെ സാത്താൻ സേവിയർ എന്നൊക്കെ ഉള്ള, അയ്യോ അതൊരു ഐറ്റം സാധനം തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇപ്പോഴും ലൈക്ക് ശശി ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ഒരു നോൺ സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെമ്മൻ വിനോദിൻ്റെ ക്യാരക്ടർ ഇതുവരെ കണ്ടില്ല. മേ ബി അത് പാർട്ട് 2-ലുണ്ടാവും. ഈ ഒരു പാർട്ട് 1-ൽ അത് കണ്ടില്ല. ആൻഡ് പിന്നെ പറയുവാണെങ്കിൽ തന്നെ എല്ലാവരുടെയും എൻട്രി വെച്ച് ഷർബത്ത് സമീറിൻ്റെയൊക്കെ എൻട്രി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ അടിച്ചു പൊളിക്കുമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ പറയുവാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര പേഴ്സണലി ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഈസ് ആക്ച്വലി ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് പെട്ടെന്ന് ഒന്ന് നിർത്തി കൂട്ടായിപ്പോയി. മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്കും ആ ഫീല് വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ആ ഫീല് വന്നു. ലൈക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു അത് പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ടൈം ട്രാവൽ നടത്തിയ സെക്ഷൻ തൊട്ട് പെട്ടെന്ന് ഫസ്റ്റ് പാർട്ട് തന്നെ പെട്ടെന്ന് കൊണ്ടേ നിർത്തി പോയിട്ടൊരു ഫീല് വന്നു എനിക്ക്. നമ്മൾ ആ സ്റ്റേജിൽ കൊണ്ടുപോകുന്നു, ഷാജി പാപ്പനല്ലല്ലോ, മറ്റേ രാജാവിനെ അടുത്ത് സ്റ്റേജിൽ കൊണ്ടുപോകുന്ന സെക്ഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ പടം അവിടെ നിർത്തുമായിരുന്നു. അവിടെ അങ്ങനെ കൊണ്ടുപോയി നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് പെട്ടെന്നൊരു എന്തോ നമ്മൾ ആ അത്ര ഹൈപ്പിൽ വന്ന് നിൽക്കുമായിരുന്നു. കൊണ്ടുപോയി ഒരു പെട്ടെന്ന് ഒന്ന് നിർത്തി. പക്ഷേ ഷാജി പാപ്പൻ വേഴ്സസ് ഡ്യൂഡാണ് ഇവിടെ നടക്കണേ. അവർ തമ്മിൽ ഭയങ്കര ഒരു റൈവൽ സംഭവമാണ് മെയിൻലി കഥയിൽ ഈ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത് തന്നെ. അത് പക്ഷേ നമുക്ക് സെക്കൻഡ് പാർട്ട് തൊട്ടാണ് അറിയണേ ഇവർ തമ്മിൽ ഒരു റൈവൽ സംഭവമുണ്ട്. ഓഫ് കോഴ്സ് പാസ്റ്റിൽ ശരിയാ ടിപ്പു സുൽത്താൻ്റെ കമാൻഡർ ഓഫീസോ അങ്ങനെ ആയിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത് ഡ്യൂഡ്. എന്നാൽ കൂടെ ഒരു എല്ലാത്തിനും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് കണക്ട് ചെയ്ത്. പിന്നെ പറയാണ്ടിരിക്കാൻ മേല ആ പാലം പൊളിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സീനുണ്ട്. എൻ്റെ പൊന്നെ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ആ ചോപ്പറിൽ ഡ്യൂഡിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അമ്മോ, തിയേറ്ററിലെല്ലാവരും അട്ടിച്ച് പൊളിച്ചൊരു നിമിഷമാണത്. ഭയങ്കര സൗണ്ടായിരുന്നു തിയേറ്ററിൽ. ഓഫ് കോഴ്സ് ആൻഡ് കുറേ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേ ഇപ്പോൾ ലോജിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ലോജിക്കൽ നോക്കാൻ പാടില്ല, എന്നാലും ഞാൻ പറയുവാണ് ആ ടൈം ട്രാവൽ. ഇപ്പോൾ ഒരു പോർട്ടലുണ്ട്, ആ പോർട്ടൽ ഗേറ്റിൽ രണ്ടുപേരും ആ 2 ടൈം ലൈനിലുള്ളവരാണ്. അവർ തമ്മിൽ എങ്ങനെ സ്വിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കേസിൽ മേ ബി രാജാവിടെ പാലത്തിൻ്റെ അവിടെ ആ ഒരു എന്തായിരുന്നു ആ കല്ല് കൊണ്ടുപോയി ഇട്ടെന്നാണ് പറയണത്. ഇപ്പം സപ്പോസ് കല്ല് രാജാവിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, ആ പോർട്ടൽ വർക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ കല്ലിൻ്റെ കേസ് നമുക്ക് ഇപ്പോഴും കൺഫേം അല്ല. പാലത്തിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അത് മേ ബി സെക്കൻഡ് പാർട്ടിലായിരിക്കും. എനിവേ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസൻറ്റിൽ ഇവർ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ കാരണം ലൈക്ക് അവർ ടൈം ട്രാവൽ ചെയ്ത് പോകാൻ കാരണം ആ പോർട്ടലുകളിൽ നടന്ന് പോയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഒരു ലോജിക്കൽ വൈസ് നോക്കുമ്പോൾ ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. ബട്ട് അതൊന്നും നോക്കാൻ പാടില്ല. ലൈക്ക് ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് സാധനമാണ് അവർ എടുത്തു വെച്ചേക്കണേ. കുറേ ചിരിക്കാനുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് മറ്റേ ഡ്യൂഡും അറക്കലബും കൂടെ ഉള്ളൊരു കോമഡി. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ല. സോ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ റിവ്യൂ നിങ്ങളൊന്നും പറയുക, മറ്റുള്ളവർക്കും കൂടെ ഇഷ്ടപ്പെടുക. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല രീതിക്ക് ഇതൊരു 100 കോടിയൊന്നും അടിക്കുമെന്ന് ഞാൻ പറയണില്ല. ബട്ട് എന്നാലും മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ പോയി എന്തായാലും നിങ്ങൾ കാണണം. ചിരിക്കാൻ കുറേ ഉണ്ട്. ബെർത്തിട്ടാണ്. ലൈക്ക് നിങ്ങൾ ടൈം വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ടൈം വേസ്റ്റ് അല്ല ഈ പടം. ഫുള്ളി ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പം നമ്മൾ ഈ ഡിപ്രസ്ഡ് ആയിട്ട് പോയിരുന്ന് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു ജോളി ടൈപ്പിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഓഫ് കോഴ്സ് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് റിവ്യൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ പറയുക, നിങ്ങളുടെ ഫീഡ്ബാക്കും പറയുക. സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പോയി കാണട്ടെ. എനിവേ യാ ദാറ്റ്സ് ഓൾ. പീസ് ഔട്ട്.